പുലിവരുന്നേ എന്ന നിലയ്ക്കായിരുന്നു PV അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. എന്നാൽ ഇപ്പോൾ നിലമ്പൂരിൽ അൻവർ എലി പോലെ ആയ സ്ഥിതിയാണ്. ഇരു മുന്നണികളോടും പിടങ്ങിപ്പിരിഞ്ഞ അൻവറിന്റെ മണ്ഡലത്തിൽ പ്രസക്തി കുറയുകയാണ്. പത്രിക സമർപ്പിച്ചിട്ട് 2 ദിവസമായിട്ടും അൻവർ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്മാറുന്നു എന്ന നിലയിൽ അൻവർ പത്രിക പിൻവലിച്ചേക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമാണെന്ന് അൻവർ ക്യാമ്പിൽ ചർച്ച ഉയർന്നിട്ടുണ്ട്. 20,000 വോട്ടെങ്കിലും സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അൻവർ അസ്തമിച്ചു പോകുമെന്നാണ് വിലയിരുത്തൽ. വലിയ ജനപിന്തുണ അൻവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അൻവറിന്റെ ആഹ്വാനം കേട്ട് ജനങ്ങൾ ഇളകുന്നില്ല എന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടെ അൻവർ ക്യാമ്പിന് ബോധ്യപ്പെട്ടത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 14 സ്ഥാനാർത്ഥികളാണ് അവശേഷിക്കുന്നത്. ചതുഷ്കോണ മത്സരം ഉണ്ടാവുന്നത് ഇടതുമുന്നണിയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നതാണ് അൻവർ ക്യാമ്പിലെ അവസാന വിലയിരുത്തൽ. പിണറായി സത്തിനെതിരെ രംഗത്തിറങ്ങി തന്റെ സാന്നിധ്യം കൊണ്ട് ഇടതുമുന്നണി വിജയിച്ചാൽ അത് പിണറായിയുടെ വിജയമായിരിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വിജയിച്ചാൽ അത് 3ാം പിണറായി സർക്കാരിന് വഴിയൊരുക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് മത്സര രംഗത്തു നിന്ന് പിന്മാറിയാൽ UDF പ്രവേശിക്കാനുള്ള ചർച്ചകൾക്കുള്ള വാതിൽ വീണ്ടും തുറക്കുമെന്ന സൂചനയും അൻവറിന് ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂരിൽ UDF പരാജയപ്പെടുകയും അൻവറിന് നിർണായകമായ വോട്ട് ലഭിക്കാതിരിക്കുകയും ചെയ്താൽ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്നത്. VD സതീശന്റെ നിലപാടുകളെ പ്രതിഷേധിച്ചാണ് അൻവർ മത്സരിക്കാൻ രംഗത്തിറങ്ങിയത്. എന്നാൽ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം UDF ക്യാമ്പിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ല എന്നതും അൻവറിനെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇതിനിടെ 2026 UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പും വനംവകുപ്പും നൽകി മന്ത്രിയാക്കാമെന്ന് ഉറപ്പു തന്നാൽ പത്രിക പിൻവലിക്കാമെന്ന ഉപാധിയുമായി PV അൻവർ രംഗത്ത് വന്നതായും കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തു നിന്ന് VD സതീശനെ മാറ്റുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് അൻവറിന്റെ മറ്റൊരു പിടിവാശി. ഇടതുമുന്നണികൾക്കെതിരെയും അൻവർ രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി അൻവർ രംഗത്തെത്തിയിരുന്നു. മലപ്പുറം ജില്ലയെ മുഴുവൻ വഞ്ചിച്ചവനാണ് പിണറായി വിജയനെന്നും മലപ്പുറത്തെ അവഹേളിക്കാനാണ് ഒരു ദേശീയ പത്രത്തിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയതെന്നും അൻവർ ആരോപിച്ചു. അജിത് കുമാറും P ശശിയും ചതിക്കുമെന്ന് താൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. പിതാവിനെ പോലെ വിശ്വസിച്ചാണ് അന്ന് മുഖ്യമന്ത്രിക്ക് കൂടെ നിന്നതെന്നും അൻവർ പറഞ്ഞിരുന്നു. അങ്ങനെ 2 മുന്നണിയെയും ശത്രുപക്ഷത്ത് നിർത്തിയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അൻവർ UDF എത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. അതേസമയം UDF അൻവറിനെ എത്തിക്കുന്നത് അവസാന നിമിഷത്തിലാണ് പരാജയപ്പെട്ടത്. UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ അനുകൂലിച്ചിരുന്നില്ല. ഇതേ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊടുവിൽ നീക്കം പരാജയപ്പെടുകയായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മാത്രം അവശേഷിക്കെ നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഭരണമാറ്റമോ തുടർഭരണമോ എന്നതാണ് ഇതിൽ പ്രധാനം. അതിലേക്കുള്ള നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ സമീപനങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം.